വെറും 100 കാലറിയിൽ ഒരു ടേസ്റ്റി ഹെൽത്തി ഓട്സ് സൂപ്പ്. വയറും മനസ്സും നിറയ്ക്കാം, ടേസ്റ്റ് ഒട്ടും കുറയാതെ തന്നെ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അർഷിൻ അനൂജ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാറാസ് വ്ലോഗ്സ്. വെയിറ്റ് ലോസ് സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഓട്സ് കൊണ്ട് ഒരു വെജ് സൂപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചു. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തു. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ സ്പ്രിംഗ് ഓണിയൻ്റെ അടിവശത്ത് വരുന്ന പർപ്പിൾ ഗ്രീൻ ആ ഒരു പാർട്ട് ചെറുതായിട്ട് മുറിച്ചതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് പകുതി സവാള കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് ചോപ്പ് ചെയ്തത്, 1 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എണ്ണ നമ്മൾ വളരെ കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, അതേപോലെ തന്നെ കുറവായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പകുതി ക്യാപ്സിക്കം, 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി, അതുപോലെ തന്നെ കുറച്ച് സ്വീറ്റ് കോൺ, ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റാനായിട്ട് നമ്മൾ ഓവറായിട്ട് എണ്ണ ചേർത്ത് കൊടുത്തിട്ടില്ല, പക്ഷെ ആ ഒരു പച്ചക്കറികളുടെ ഒരു പച്ച റോനെസ് മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 100 ഗ്രാം ഓട്സ് ആണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നത്, ഈ ഒരു ഓട്സിനെ നമുക്കൊരു 2 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ ചേർത്ത് തന്നെ നമുക്കങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. സെപ്പറേറ്റ് റോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊരു മണം അതിൽ നിന്ന് കിട്ടുമ്പോൾ, ഓട്സിൻ്റെ ഒരു നല്ലൊരു മണം കിട്ടുമ്പോൾ ആ ഒരു ഓട്സ് റോസ്റ്റായി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ആ ഒരു സമയത്ത് സൂപ്പിന് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം. 1.25 ലിറ്റർ വെള്ളമാണ് ഞാൻ ഇന്ന് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 100 ഗ്രാം ഓട്സിന് 1.25 ലിറ്റർ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഈ ഓട്സിനെ നമ്മൾ വറുത്ത് ചേർത്ത് കൊടുത്തുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഓട്സ് ഒന്നിനൊന്നും ഒട്ടിപ്പിടിക്കില്ല. സാധാരണ ഓട്സ് റെസിപ്പീസ് എന്ത് ചെയ്താലും ഓട്സൊക്കെ കൂടെ കട്ടി പിടിക്കുകയും വെള്ളം അബ്സോർബ് ചെയ്തെടുക്കുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ അതുണ്ടാവില്ല. ഈ ഒരു ടിപ്പ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഏതൊരു റെസിപ്പി ചെയ്യുമ്പോഴാണെങ്കിലും ഓട്സ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോക്കനട്ട് വിനീഗറാണ്. നമ്മൾ റാഗി സൂപ്പിൻ്റെ വീഡിയോയിൽ ഇത് അതിന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആപ്പിൾ സിഡർ വിനീഗർ യൂസ് ചെയ്യാമോ ഇതിന് പകരമായിട്ട്. ആപ്പിൾ സിഡർ വിനീഗറും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്, കോക്കനട്ട് വിനീഗർ യൂസ് ചെയ്യാവുന്നതാണ്. ആപ്പിൾ സിഡർ വിനീഗറിന് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫ്ലേവർ ഉണ്ടാവും. റെസിപ്പീസിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കാവുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ റെസിപ്പീസിൽ ആപ്പിൾ സിഡർ വിനീഗർ ചേർക്കാറില്ല. പക്ഷേ രണ്ടും വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ആപ്പിൾ സിഡർ വിനീഗർ കുറച്ച് കൂടുതലായിട്ട് വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യും. ഇത് രണ്ടും ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ലൈം ജ്യൂസ് മാത്രമായിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വിനീഗർ ഒഴിവാക്കിക്കൂടെ, വിനീഗർ പുളിക്കില്ലേ? അപ്പോൾ ചിലർക്ക് പുളിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈം ജ്യൂസും വിനീഗറും ഒക്കെ ചേർക്കുന്ന ആ ഒരു പാർട്ട് അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി നിങ്ങൾ ഈ റെസിപ്പി സെയിം ആയിട്ട് അങ്ങ് ഫോളോ ചെയ്താൽ മതി. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാനിതിലേക്ക് പകുതി ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ ഹോട്ട് ആൻഡ് സോർ സൂപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. അപ്പം ഞാൻ ആ ഒരു ടേസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലാണ് ട്രൈ ചെയ്യാറുള്ളത്. നമ്മൾ ഈ സൂപ്പിലും സോസുകളോ കോൺഫ്ലവറോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. വെറും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹെൽത്തി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള രീതിയിൽ ഈ സൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ നമ്മളിതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല എന്ന് കരുതി നമ്മളുടെ സൂപ്പിന് ടേസ്റ്റ് ഒട്ടും തന്നെ കുറയാറില്ല. ഞാൻ ഇതുപോലെ സൂപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ കുട്ടികൾ തന്നെയാണ് നല്ല ഉത്സാഹത്തോടെ അത് കുടിക്കാറുള്ളത്. അതുകൊണ്ട് ഏത് പ്രായക്കാർക്കും ആസ്വദിച്ച് കുടിക്കാൻ പറ്റുന്ന ഒരു സൂപ്പ് തന്നെയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ അടുപ്പ് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ഉണ്ടെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതും ഇല്ലാന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. നമ്മളുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്കറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട്. ഓട്സ് സാധാരണ ഉണ്ടാക്കുന്നത് പോലെയല്ല, ഒരു എന്താണ് പറയുക, ഓട്സ് എല്ലാം കൂടെ കട്ടി പിടിച്ച്
ശരിക്കും തിക്കായിട്ട് ആ ഒരു രീതിയിലല്ല, കുറച്ച് റണ്ണി ആയിട്ടുള്ള സ്ട്രക്ചറിലാണ്, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വെള്ളത്തിൻ്റെയും ഓട്സിൻ്റെയും ബാലൻസ് കറക്റ്റായിട്ട് വന്നതുകൊണ്ടാണ് നമുക്ക് സൂപ്പിന് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടിയിരിക്കുന്നത്. നിങ്ങളും അതുപോലെ ഫോളോ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സംശയങ്ങൾ എന്ത് തന്നെയാണെങ്കിലും റെസിപ്പിയെക്കുറിച്ചുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക, ഞാൻ അതിനെ റിപ്ലൈ ചെയ്യുന്നതാണ്. നിങ്ങൾ പഴയ വീഡിയോസ്, നമ്മളുടെ വെയിറ്റ് ലോസ് വീഡിയോസിനൊക്കെ നല്ല സപ്പോർട്ടാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും എനിക്ക് അതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുന്നതും. ഇതുപോലെ ആ പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്കും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ റെസിപ്പി ട്രൈ ചെയ്തതിന് ശേഷമുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും എന്നെ അറിയിക്കുക. ഒരുപാട് പേരുടെ മെസ്സേജ് കാര്യങ്ങളൊക്കെ കാണാറുണ്ട്, എല്ലാവർക്കും ഞാൻ റിപ്ലൈയും ചെയ്യാറുണ്ട്. ഒത്തിരി സന്തോഷമാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ. അപ്പോൾ വീണ്ടും നമുക്കിതുപോലുള്ള വെയിറ്റ് ലോസ് റെസിപ്പീസുമായിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.